Today we will discuss about double integrals in polar form. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് റെക്ടാങ്കുലർ ഫോമിലുള്ള ഡബിൾ ഇന്റഗ്രൽ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റെക്ടാങ്കുലർ ഫോം എന്ന് പറയുമ്പോൾ എക്സും വൈയും വേരിയബിൾസ് ആയിട്ടുള്ള ആ ഫോം. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, തീറ്റ ആറ് ഇതൊക്കെ വേരിയബിൾസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പം പോളാർ ഫോമിലുള്ള കുറെ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോളാർ ഫോമിലാണ് നമ്മുടെ ഫംഗ്ഷനും റീജിയനും തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യും? അപ്പൊ അതിന് ആ പോളാർ ഫോമിലേക്ക് അതിന് ഇന്റഗ്രേഷനെ മാറ്റുന്നത് ഒത്തിരി പ്രൊസീജിയർ ആയിട്ട് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. മെയിൻ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാ ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് റീമാൻ സമ്മിന്റെ ലിമിറ്റ് ആയിട്ട് എഴുതിയ പോലെ ഇവിടെ പോളാർ ഫോമിലുള്ളതും അതുപോലെ ഒരു സമ്മിന്റെ ലിമിറ്റ് ആയിട്ടാണ് എഴുതുന്നത്. ആ സം എന്താന്ന് ഞാൻ പറയാം, അല്ലാതെ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ആർ തീറ്റ ഈസ് ഡിഫൈൻഡ് ഓവർ എ റീജിയൻ ആർ that is bounded by the rays theta equal to alpha and theta equal to beta and by the continuous curves r equal to g1 of theta and r equal to g2 of theta, where 0 less than or equal to g1 of theta less than or equal to g2 of theta less than or equal to a. അപ്പോൾ ഇതിനെ ഒരു ബൗണ്ടറി പറഞ്ഞിട്ടുണ്ട്. And for every alpha less than or equal to theta less than or equal to beta. തീറ്റ വേരി ചെയ്യുന്ന ആൽഫ ടു ബീറ്റ ആണ്. അതുപോലെ ആറ് വേരി ചെയ്യുന്നത് 0 to a ആയിരിക്കും. അപ്പൊ നമ്മുടെ റീജിയൻ ആർ എന്ന് പറയുന്നത് ഇവിടെ അതിന്റെ ബൗണ്ടറീസ് ഒക്കെ നമുക്ക് കിട്ടി. ആൻഡ് ആർ ലൈസ് ഇൻ എ ഫാൻ ഷേപ്ഡ് റീജിയൻ തീറ്റ ക്യൂ നമ്മൾ ആ റീജിയനെ ക്യൂ എന്ന് വിളിക്കും. ക്യൂ defined by the inequalities 0 less than or equal to r less than or equal to a and alpha less than or equal to theta less than or equal to beta. ഇനി ഡബിൾ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. If f is continuous throughout the region r, then the double integral of f over r is given by double integral over r f of r comma theta dA equal to integral theta equal to alpha to beta integral r equal to g1 of theta to g2 of theta f of r theta into r dr d theta. മറ്റേ റെക്ടാങ്കുലർ ഫോമിലാവുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ആ ഓർഡർ മാറി ഡി എന്ന് എഴുതും അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എഫ് ഓഫ് ആർ തീറ്റ ഇൻറ്റു ഒരു ആറും കൂടെ ഉണ്ട്. അത് നമ്മൾ വിട്ടുപോകരുത് പോളാർ ഫോമിൽ എഴുതുമ്പോൾ. ബാക്കിയെല്ലാം അതുമായിട്ട് സാമ്യപ്പെടുത്താം. നമ്മുടെ റെക്ടാങ്കുലർ ഫോമിലുള്ള ഇക്വേഷൻ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു ആറ് എക്സ്ട്രാ വരുന്നത് മാത്രം. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ എളുപ്പത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ പോളാർ ഫോമിലാണ് അതിന്റെ ഇക്വേഷൻ തന്നേക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ആണ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ കാണാം. അപ്പൊ അതിനും ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഏരിയ കാണാനായിട്ട് ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പോളാർ ഫോമിലും നമ്മൾ ഏരിയ കാണാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡബിൾ ഇന്റഗ്രലിൽ ഞാൻ പറഞ്ഞു നമ്മുടെ റെക്ടാങ്കുലർ ഫോമിലായപ്പോ ഡബിൾ ഇന്റഗ്രൽ റീമാൻ സമ്മിന്റെ ലിമിറ്റ് ആയിട്ട് എഴുതി. അപ്പൊ ഈ ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഒരു സമ്മിന്റെ ലിമിറ്റ് ആയിട്ടാണ് എഴുതുന്നത്. ആ സമ്മ് ഞാൻ പറയാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് ആർ കൊമ തീറ്റ ഡി എ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ. ഈ എസ് എൻ എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n f of rk comma theta k into rk delta r delta theta. അപ്പൊ ഈ സമ്മിന്റെ ലിമിറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുക.
അതിൽ എഫ് ഓഫ് ആർ കെ എന്താ, ആർ കെ എന്താ, തീറ്റ കെ എന്താന്നൊക്കെ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് തീറ്റ എന്താന്ന് അറിയാം അല്ലെ. തീറ്റ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടം വരെയാ നമുക്കറിയാം. ആർ എന്താന്നറിയാം. അപ്പൊ അതിന്റെയൊക്കെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഡെൽറ്റ ആർ. അതിന്റെ ഒരു സ്മോൾ ചേഞ്ച്. അതിപ്പോ നമുക്കിപ്പോ കിട്ടുന്ന റീജിയൻ ഒന്ന് ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിക്കാം. പറഞ്ഞു തീറ്റ ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞ റേയും, ഇത് ഒറിജിൻ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ബീറ്റ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ റേ ആണ് തീറ്റ ബീറ്റ ആയിട്ടുള്ള ആ ആംഗിള്. ഇത് തീറ്റ ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള റേയും, ഇത് തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള റേയും. പിന്നെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, G1 ഓഫ് തീറ്റയും G2 ഓഫ് തീറ്റയും അല്ലെ. അത് രണ്ടും ഫങ്ഷൻസ് ആണ്. അത് ഏകദേശം ഞാൻ ഒരു ഷേപ്പിൽ, ചുമ്മാ ഒരു ഷേപ്പിൽ വരയ്ക്കാണ്. ഇതാണ് ആർ ഈക്വൽ ടു G1 ഓഫ് തീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷന്. അടുത്ത G2 ഓഫ് തീറ്റയുടെ ഫംഗ്ഷൻ ഇതാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആർ ഈക്വൽ ടു G2 ഓഫ് തീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇതെല്ലാം കൂടെ ഫോം ചെയ്തിട്ട് ഇതാണ് നമുക്ക് ഇത്ര ബൗണ്ടറീസ്. നമ്മുടെ റീജിയൻ ഏതാണ്? അപ്പോ ഇതിനുള്ളിലുള്ളതാണ് നമ്മുടെ റീജിയൻ. ഇതാണ് നമ്മുടെ റീജിയൻ ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ ഫോമിൽ, സർക്കിളിന്റെ ഒരു പോർഷൻ ആയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാല് ഈ റേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് സർക്കിള് ആക്കി ഇതിനെ വരച്ചു. ഇത് ഏകദേശം വരുള്ളൂ, കാരണം സെന്റർ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അല്ലെ. സെന്റർ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരേ ദൂരം എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പോർഷൻ. അപ്പൊ റീജിയൻ ഇതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, അത് ശ്രദ്ധിക്കണം. ഇനി എന്ത് ചെയ്യാ, ഇതിനെ നമ്മള് കുറെ റെക്ടാങ്കിൾ പോലത്തെ ഫോമില് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. കുറെ റേസ് വെച്ചിട്ട്, ഒരേ ഡിസ്റ്റൻസിൽ ഒരേ ലെങ്തിലുള്ള റേസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. നമ്മൾ സാധാരണ റെക്ടാങ്കുലർ ഫോമിലൊക്കെ ആവുമ്പോൾ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഈ ഷേപ്പിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, കാരണം ഇത് റേസ് ആണല്ലോ. അപ്പൊ ഇതുപോലെ ഞാൻ ഡിവൈഡ് ചെയ്തു. ഇത് ഏകദേശം ഒരു രൂപമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ പോർഷനായിട്ട് എടുക്കുക. അപ്പൊ ഇതില് ഇങ്ങനെയുള്ള ഒരു പോർഷൻ ഇല്ലേ, അപ്പൊ ഇതിന്റെ ഏരിയ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഡെൽറ്റ എ കെ ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു പോർഷന്റെ ഏരിയ ആണ് ഡെൽറ്റ എ കെ. അപ്പൊ അതുപോലെ ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ബൗണ്ടറി നമുക്കറിയാം, അതിനുള്ളിൽ വരുന്ന ഇങ്ങനത്തെ ഈ പോർഷന്റെ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡബിൾ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഈ ഏരിയ ആണ് ഇതിന്റെ ഏരിയ കേട്ടോ. ഈ റെക്ടാങ്കിൾ ആണ് ഞാൻ എടുത്തത്. റെക്ടാങ്കിൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഷേപ്പ് ഞാൻ പറയുന്നില്ല, അതിന്റെ ഷേപ്പിന്റെ റീജിയൻ ആണ് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ ഡെൽറ്റ എ കെ ആയിട്ട് എടുത്തു. അപ്പൊ ഡെൽറ്റ എ കെ ആണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും, ഈ ലെങ്തിനെ നമ്മൾ ഡെൽറ്റ തീറ്റ എന്നും വിളിക്കും അല്ലെ. തീറ്റയാണ് ഡെൽറ്റ തീറ്റ എന്നും വിളിക്കും. ഈ ലെങ്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ ആർ എന്നും വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ ആണ് ഡെൽറ്റ എ കെ. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിന്റെ സെന്ററിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആർ കെ തീറ്റ കെ എന്ന് എടുത്തു.
അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ ആണ് നമ്മൾ SN പറഞ്ഞിട്ടുള്ള f(RK, θK) എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ നമ്മൾ റെക്ടാങ്കുലർ ഫോമിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി ഇത് ഓരോന്നും ഇവിടെ നമ്മുടെ സർക്കിളിന്റെ ഓരോ ഈ സർക്കിളിന്റെ പോർഷൻ ആയിട്ടാണ് ഇത് വരുന്നത് അല്ലെ. അപ്പൊ ഇതിലെ ഡെൽറ്റ ആർ എന്താണ്, അതുപോലെ ഡെൽറ്റ തീറ്റ എന്താണ്, അതൊക്കെ വേരി ചെയ്തോണ്ടിരിക്കും, ഓരോന്നിലും വേരി ചെയ്തോണ്ടിരിക്കും. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ SN എന്ന് പറയുന്ന സമ്മ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിഞ്ഞില്ലെങ്കിലും ഞാൻ എന്താണ് ഐഡിയ എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ വരയ്ക്കുക, R=G1 G2 ഒക്കെ വരച്ച് ഇപ്പൊ ഇതിനുള്ളിലുള്ള ഈ പോർഷൻ ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ പോർഷന്റെ ഏരിയ ആണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്, ഈ ഡബിൾ ഇന്റഗ്രൽ ആയിട്ട് എഴുതുന്നത്. അപ്പൊ അതിന് എക്സ്ട്രാ ഈ ഒരു പോർഷനും കൂടെ വരുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി, ടോട്ടല് ഈ പോർഷന്റെ ഏരിയയിൽ നിന്ന് ഇതിന്റെ ഏരിയ കുറച്ചാൽ മതി. അപ്പൊ അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമുക്ക് ഡബിൾ ഇന്റഗ്രൽ കാണേണ്ടത് മാത്രം ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഏരിയ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏരിയ ഇൻ പോളാർ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കാണുന്നത്, ഏരിയ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The area of a closed bounded region R in the polar coordinates plane is A double integral over R dr dθ. അപ്പൊ ഇനി റീജിയൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റിലുള്ളതിലും ഇത്രയും കൂടെ ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചിരിക്കും. ഈസിയാണ് കണ്ടുപിടിക്കാനായിട്ട് ആ റീജിയൻ. പക്ഷെ റെക്ടാങ്കുലർ കോർഡിനേറ്റിന്റെ അതുപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ പറയുന്നത് R എന്ന് പറയുന്നത് ഒരു റേ ആയിരിക്കുമല്ലോ, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആയിരിക്കും, R എന്ന് പറയുന്നത് ഒരു റേ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ ബൗണ്ടറീസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അത് സെയിം മെത്തേഡ് തന്നെ. ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ബൗണ്ടിങ് കേർവുകൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, L എന്ന് പറഞ്ഞ ഒരു റേ ഇമാജിൻ ചെയ്യുക. നമ്മുടെ റീജിയനിൽ L എന്ന് പറഞ്ഞ ഒരു റേ ഇമാജിൻ ചെയ്യുക. നമ്മുടെ റീജിയൻ ആറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ L എന്ന് പറഞ്ഞ ആ റേ എന്ന് പറയുന്നത് റീജിയനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, റീജിയനിലേക്ക് എൻറ്റർ ചെയ്യുന്ന അവിടുത്തെ ആ റേയും വരയ്ക്കുക. റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവിടുത്തെ റേയും വരയ്ക്കുക. വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ടുള്ള ഇതാണ് വരയ്ക്കുന്നത്. അപ്പൊ ആ രണ്ട് റേയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറിന്റെ ബൗണ്ടറീസ് കിട്ടും. പിന്നെ എന്ത് ചെയ്യാം, അപ്പൊ ആ ആറെന്ന് പറഞ്ഞ റേ, രണ്ട് റേസും കിട്ടി, ബൗണ്ടറി റേസ് കിട്ടി. ആ രണ്ട് റേയും എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ടുണ്ടാക്കുന്ന ആംഗിള്, ആ ആംഗിളാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, തീറ്റ ആയിട്ട് എടുക്കുക. അപ്പൊ അതിലെ ഏറ്റവും വലിയ ആംഗിള് നമ്മൾ എന്തായിട്ട് എടുക്കുക, അപ്പർ ലിമിറ്റും ചെറിയ ആംഗിള് ലോവർ ലിമിറ്റും ആയിട്ട് എടുക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്. പിന്നെ ആ തീറ്റ വാല്യൂ കൊടുത്തിട്ട്, തീറ്റ ആ ഫംഗ്ഷനിൽ വാല്യൂ കൊടുത്തിട്ട് R കണ്ടുപിടിച്ചാലും മതി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആ തീറ്റ കണ്ടുപിടിക്കുക, അതിന് ശേഷമാണ് നമ്മൾ Rൽ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ഡയറക്റ്റ് R കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് തീറ്റ കണ്ടുപിടിക്കുക. ആ L എന്ന് പറഞ്ഞ റേ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുത്തെ തീറ്റയും അതുപോലെ എൻഡ് ചെയ്യുന്ന അവിടുത്തെ തീറ്റയും. ഞാൻ ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കാർഡിയോയിഡ് R = A × 1 + cos θ. കാർഡിയോയിഡ് വരയ്ക്കാനൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ആ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാർഡിയോയിഡ് ആദ്യം സ്കെച്ച് ചെയ്യുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചില്ല. നിങ്ങൾ ആ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച ആ മെത്തേഡ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യുക, കാർഡിയോയിഡ് വരയ്ക്കാനായിട്ട്. അപ്പൊ ഓരോ വാല്യൂസ്, തീറ്റയ്ക്ക് ഓരോ വാല്യൂസ് കൊടുത്താൽ മതി. അപ്പൊ എന്താന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാനിത് ഒറിജിൻ
ഇത് ഞാൻ 2a ആയിട്ടെടുത്തു. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് 0 ആവുമ്പോ തീറ്റ 0 ആവുമ്പോ cos 0 1, അപ്പൊ 2a എന്ന് കിട്ടും. r എന്ന് പറയുന്നത് 2a എന്ന് പറഞ്ഞല്ലേ അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റിൽ വരും. അങ്ങനെയായിരുന്നു നമ്മൾ വരച്ചോണ്ടിരുന്നത്. ഇനി അടുത്ത് തീറ്റ പൈ ആവുമ്പോ cos പൈ എന്ന് പറയുന്നത് -1 വരും. അപ്പൊ 1 - 1 0 വരും. അപ്പൊ r 0 വരും. r 0 ഈ പോയിന്റ് കിട്ടി. ഇനി അടുത്തത് ഒരു π/2 ഒക്കെ വരുമ്പോ നോക്കാം. തീറ്റ π/2 വരുമ്പോ cos π/2 എന്താ 0 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് a വരും അല്ലെ? a എന്ന് പറഞ്ഞാൽ ഇതാണ്. π/2 എന്ന് പറഞ്ഞ ആംഗിളില് a എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുമ്പോ ഏകദേശം നമുക്കപ്പോ ഇവിടെ വരും ഇവിടെ ആയിട്ട് വരും. π/2 ആംഗിൾ അല്ല നോക്കുന്നത്. π/2 a എന്ന് പറയുമ്പോ ഈ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ഇത് 2a ആണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് തന്നെ ഇവിടെ എത്ര വരും? ഇതാണ് π/2 a എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അത് -π/2 ആണെങ്കിലും ഇങ്ങനെ തന്നെ വരും. അപ്പൊ ഇത് ഇവിടെ വരും. ഇനി അടുത്തത് π/4 എന്ന് പറയുമ്പോ ഇതിന്റെ സെന്ററിൽ വരും. π/4 cos π/4 എന്ന് പറയുമ്പോ 1/√2 1 + 1/√2 a എന്ന് പറയുമ്പോ ഏകദേശം ഇതിനേക്കാളൊക്കെ മേലെയായിട്ട് എന്റെ ഒക്കെ മേലെയായിട്ട് ഇവിടെ ഒരു പോയിന്റ് വരും. അതുപോലെ ഇവിടെ കാർഡിയോയിഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടി കാർഡിയോയിഡിന്റെ സെന്റർ ഇവിടെയാണ്. ഇങ്ങനെയാണ് കാർഡിയോയിഡ് വരുന്നത്. ഇത്രയൊക്കെ ഏകദേശം മതി. ഏകദേശം ഒരു കാർഡിയോയിഡിന്റെ ഷേപ്പിലാക്കി നമുക്ക് വരയ്ക്കാം. ഇതാണ് നമ്മുടെ കാർഡിയോയിഡ്. ഇനി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച പോലെ അങ്ങ് ശരിക്കും നോക്കിയാൽ മതി. അപ്പൊ ഇതിലെ ഫംഗ്ഷൻ r എന്ന് പറഞ്ഞത് ഈ ആറിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. r = a × 1 + cos θ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ ആറിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നേക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് തീറ്റ വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളിപ്പോ ചെയ്ത് നോക്കിയപ്പോ നമുക്ക് കിട്ടി ഇവിടെ തൊട്ട് ഇവിടെ വരെ. ഇപ്പൊ നമ്മുടെ ഇതാണ് ഇനിഷ്യൽ ലൈൻ ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ ഈ പോർഷനിലുള്ള ഏരിയയും ഈ പോർഷനിലുള്ള ഏരിയയും സെയിം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പോർഷനിലുള്ള ഏരിയ കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ഈ എക്സ് ആക്സിസ് മുകളിലുള്ള പോർഷന്റെ ഏരിയ കണ്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പോർഷന്റെ ഏരിയ കാണാനായിട്ട് ഇത് ഇനിഷ്യൽ ലൈൻ ആയിട്ട് എടുക്കാം. ഇതാണ് ഇനിഷ്യൽ ലൈൻ. നമ്മൾ തീറ്റ വേരി ചെയ്യുന്നത് തീറ്റ നമ്മൾ 0 തൊട്ടാണ് എടുത്തേക്കുന്നത്. നെഗറ്റീവ് ഒന്നും നമ്മളിപ്പോ ഇതിൽ കൂട്ടുന്നില്ല. അപ്പൊ തീറ്റ = 0 എന്ന് പറയുന്ന ഇനിഷ്യൽ ലൈനാണ് ഇത്. അപ്പൊ ഇനിഷ്യൽ ലൈനില് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെയാ? ഇനിഷ്യൽ ലൈനില് കാർഡിയോയിഡിന്റെ ഇനിഷ്യൽ ലൈൻ ഇതാണ്. അതിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് തീറ്റ = 0 ആണ് ഒന്ന്. അടുത്തത് ഇവിടെ എത്രയായിരുന്നു ആംഗിള്? തീറ്റ = π ആയിരുന്നു. അപ്പൊ ഇനിഷ്യൽ റേയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ രണ്ട് ആംഗിളുകളാണ് തീറ്റയുടെ ലിമിറ്റുകളായിട്ട് നമ്മൾ എടുക്കുന്നത്. തീറ്റ 0 തീറ്റ π ആണ്. തീറ്റ 0 to π ആണ് വേരി ചെയ്യുന്നത്. ഇനി അടുത്ത r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആറിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇനിഷ്യൽ റേയിലെ ഇവിടെ ഈ ഒറിജിന് തൊട്ട് ഈ റീജിയനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക, ഒരു റേ വരയ്ക്കുക. ഇത് നമ്മൾ ശരിക്കും റേ എന്നാ പറയാ. നമ്മള് കോർഡിനേറ്റ്സ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ലൈൻ എന്ന് പറയും. ഇവിടെ നമ്മൾ റേ എന്നാ പറയാ. അപ്പൊ എൽ എന്ന് പറഞ്ഞ ഒരു റേ വരച്ചു. ഇനി ഈ എൽ എന്ന് പറഞ്ഞ റേ നമ്മുടെ റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്ന ഈ പോയിന്റ് ഏതാണ്? ഒറിജിൻ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ തീറ്റ വേരി ചെയ്യുന്നത് 0 to π ആണ്. അടുത്തത് r കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. r എന്ന് പറയുന്നത് റേയുടെ ഇക്വേഷൻ ആണ് വരിക അല്ലെ? റേയുടെ ഇക്വേഷൻ ആണ് വരിക. അപ്പൊ ആ r വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെയാണ് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു റേ വരച്ചത്. അപ്പൊ ഈ റേ എന്ന് പറയുന്നത് ഈ റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റ് ഏതാണ്?
0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ, ഒറിജിൻ ആണ്. ഒറിജിനിലാണ് നമ്മള് r എൻ്റർ ചെയ്യുന്നത്. അപ്പൊ r ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് അതിന്റെ ഇനിഷ്യൽ പോയിന്റ് എന്ന് വെച്ചാൽ അതിന്റെ ലോവർ ലിമിറ്റ്. ഇനി അപ്പൊ അത് ഈ റീജിയനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എപ്പോഴാണ്? r എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? ഈ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ റീജിയനിലേക്ക് പുറത്തേക്ക് പോകുന്നിടത്ത് ഈ ഫംഗ്ഷൻ ആണ് r. അപ്പൊ r വേരി ചെയ്യുന്നത് 0 to a into 1 plus cos theta. അപ്പൊ r-ന്റെ ലിമിറ്റും കിട്ടി, തീറ്റന്റെ ലിമിറ്റും കിട്ടി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ. നമ്മൾ ഈ റീജിയന്റെ കാണുന്നുള്ളൂ കേട്ടോ, മുഴുവൻ റീജിയൻ ഞാൻ എടുത്തിട്ടില്ല. മുഴുവൻ റീജിയൻ കാണാൻ 2 into ഈ റീജിയന്റെ ഏരിയ കണ്ടാൽ മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെയൊക്കെയാ വരുന്നതെന്ന് നോട്ട് ചെയ്തോ. Let R denote the region inside the cardioid above the initial line. ഇതാണ് ഇനിഷ്യൽ ലൈൻ. അതിന്റെ മുകളിലുള്ള റീജിയൻ ആണ് നമ്മളിപ്പോ R ആയിട്ട് എടുക്കുന്നത്. The cardioid intersect the initial line when theta equal to 0 and when theta equal to pi. Draw a ray L from the origin cutting through R in the direction of increasing R. The ray enters the region R when R equal to 0 and leaves the region R when R equal to a into 1 plus cos theta. Hence, the limits of integration of R is from R equal to 0 to R equal to a into 1 plus cos theta. അപ്പൊ നമ്മുടെ റീജിയൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ പോർഷൻ ഇവിടെ ഇരുന്നോട്ടെ. ഇന്റഗ്രേറ്റ് ചെയ്ത് ഡബിൾ ആണെന്ന് നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോകും. അപ്പൊ ടു കവർ ദ എൻറ്റയർ റീജിയൻ R, the angle theta which the ray L makes with the x-axis should vary from theta equal to 0 to theta equal to pi വരെ ആ റേ ഇങ്ങനെ മൂവ് ചെയ്യണം അല്ലെ. നമ്മള് ശരിക്കും റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഹെൻസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ R ഈസ് a equal to ഏരിയ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു, ഡബിൾ ഇന്റഗ്രൽ ഓവർ r dr d തീറ്റ. അപ്പൊ ഈ r ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. ആദ്യം r-ന്റെ ലിമിറ്റ് ആണ് ഈ ഉള്ളിൽ വരേണ്ടത്. അപ്പൊ തീറ്റന്റെ ലിമിറ്റ് ആണ് പുറത്ത്. തീറ്റ എന്ന് പറയുന്നത് 0 to pi ആണ്. r വേരി ചെയ്യുന്നത് 0 to a into 1 plus cos theta r dr d തീറ്റ. വിത്ത് റെസ്പെക്ട് ടു r ഇന്റഗ്രേറ്റ് ചെയ്യണം ആദ്യം. അപ്പൊ r സ്ക്വയർ ബൈ 2 0 to a into 1 plus cos theta d theta which is equal to, നമ്മൾ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? a സ്ക്വയർ 1 plus cos theta സ്ക്വയർ, ഈ 1/2 നമ്മൾ പുറത്തെടുക്കുക, മൈനസ് r-ന് 0 എടുത്തു കഴിഞ്ഞാൽ 0 ആയപ്പോ. അപ്പൊ ഇതാണുള്ളത് ഡി തീറ്റ. ഇനി ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ 0 to pi a സ്ക്വയർ കൂടെ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത 1 plus 2 cos theta plus cos square theta d theta. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? which is equal to a square by 2. നമുക്ക് അല്ലെങ്കിൽ ഇതിനെ കുറെ സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ഉണ്ട്.
അതുപോലെ സിംപ്ലിഫൈ നമുക്ക് ഈ കോസ് സ്ക്വയർ തീറ്റയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതിനെയൊക്കെ ഫോം മാറ്റി എഴുതിയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. കോസ് സ്ക്വയർ തീറ്റയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അതിന് നമ്മൾ ഫോം മാറ്റി എഴുതാം. അപ്പൊ നമ്മളിതില് കോസ് സ്ക്വയർ തീറ്റ എന്നതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇന്റഗ്രൽ ഉള്ളിൽ തന്നെ ഇരുന്നുണ്ട്. ഇന്റഗ്രൽ 0 to π കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്, പ്ലസ് 2 കോസ് തീറ്റ പ്ലസ് 1. 2 അവിടെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഫംഗ്ഷന്റെ ഓരോ ഫംഗ്ഷൻ ആയിട്ട് ചെയ്യാം. a² ബൈ 2 ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ 1/2 പുറത്തെടുക്കാം. 1/2 ഇൻറ്റു 1ന്റെ ഇന്റഗ്രേഷൻ തീറ്റ, കോസ് 2 തീറ്റന്റെ ഇന്റഗ്രേഷൻ എന്ത് വരും? സൈൻ 2 തീറ്റ ബൈ 2 അല്ലേ. അത് കഴിഞ്ഞു. ഇനി അടുത്ത 2 കോസ് തീറ്റ, അപ്പൊ 2 സൈൻ തീറ്റ. അടുത്ത 1ന്റെ ഇന്റഗ്രേഷൻ തീറ്റ. മൊത്തത്തില് ലിമിറ്റ് 0 to π. പിന്നെ ഓരോന്നിനും ഫസ്റ്റ് π കൊടുക്കുക, പിന്നെ 0 എടുത്ത് നോക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ π കൊടുക്കുകയാണ്. 1/2 ഇൻറ്റു π പ്ലസ് സൈൻ 2π എന്ന് പറയുന്നത് എന്താവും? 0 ആവും. അപ്പൊ ഇവിടെ π മാത്രമേ ഉള്ളൂ അല്ല, ഈ ടൈം 0 ആയപ്പോല്ലോ. അപ്പൊ ഇവിടെ π മാത്രം. അടുത്തത് 2 സൈൻ π എന്ന് പറയുമ്പോൾ അത് 0 ആവും. അപ്പൊ ആ ടൈമും പോയി. പിന്നെ ഇപ്പൊ തീറ്റയ്ക്ക് π കൊടുക്കുമ്പോ എന്ത് വരും? അവിടെ ഒരു π വരും. ബാക്കിയെല്ലാം നമുക്ക് 0 ആയിപ്പോയി. പിന്നെ നമ്മൾ 0 ആ ലിമിറ്റ് കൊടുക്കുന്നെങ്കിൽ എന്താ വരിക? തീറ്റയ്ക്ക് 0 കൊടുത്താലും 0 വരും, ഇവിടെ 0 കൊടുത്താലും 0 ആവും. അപ്പൊ അത് മൊത്തത്തിൽ 0 ആയിപ്പോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. a² ബൈ 2 ഇവിടെ എന്താ? π/2 പ്ലസ് π വരും അല്ലേ. π/2 പ്ലസ് π ആണ് വരുന്നത്. അപ്പൊ എന്താ കിട്ടും? π/2 പ്ലസ് π എന്ന് പറയുമ്പോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. a² ബൈ 2 ഇൻറ്റു π പ്ലസ് 2π. അപ്പൊ എന്ത് വരും? 3π/2 വരും. പിന്നെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്താ 3π/4 a². ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഏരിയ ആണോ എന്ന് ചോദിച്ചാല് അല്ല, അത് ആ പകുതിയുള്ള പോർഷന്റെ ഏരിയ ആണ്. അപ്പൊ നമ്മളോട് ടോട്ടൽ കാർഡിയോയിഡിന്റെ ഏരിയ ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ therefore ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കാർഡിയോയിഡ്, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കാർഡിയോയിഡ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ദ റീജിയൻ R, ഏരിയ ഓഫ് ദ റീജിയൻ R which is equal to 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് വരും. താഴത്തെ 4 2 ആയി മാറും അല്ലെ. 3π/2 ആയി മാറും. 2 കൂടെ കട്ട് ചെയ്ത് പോയി. അപ്പൊ 3πa²/2 ആണ് നമ്മുടെ ഗിവൺ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതൊരു ഷേപ്പ് ആണെങ്കിലും നമ്മൾ അവിടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ച സമയത്ത് നമ്മൾ കുറെ ഷേപ്പുകൾ പഠിച്ചിരുന്നു. ഒരു ലെമിനിസ്കേറ്റ്, അതുപോലെ കാർഡിയോയിഡാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലെമിനിസ്കേറ്റിന്റെ കുറച്ച് ഏരിയകൾ മാത്രമായിട്ട് അല്ലെ, അതിന്റെയൊക്കെ പല ഫോമുകളായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ഓർത്തെടുക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പൊ ഇതാണ് ഏരിയ ഓഫ് ദ ഗിവൺ കാർഡിയോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്തു നോക്കാം.